നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 83-ാമത്തെ എപ്പിസോഡാണ്. ശ്രീ നാഗവള്ളി RS കുറുപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിത്വം. അദ്ദേഹത്തെ പല ആവർത്തി കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വൈഭവം ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു നോവലിന് അവതാരിക എഴുതിയത് ഞാൻ വായിക്കുവാനിടയായി. വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള ആ സൃഷ്ടിയെക്കുറിച്ച് വളരെയധികം വിശകലനം ചെയ്ത് എഴുതിയ ഒരു അവതാരിക. അന്നു മുതൽ എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് അദ്ദേഹത്തിനെ കൊണ്ട് എൻ്റെ ഒരു സൃഷ്ടിക്ക് ആമുഖമോ അവതാരിക എഴുതിക്കണം എന്നത്. അങ്ങനെ 2-3 തവണ ഞാൻ വെള്ളയമ്പലത്തുള്ള അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ചെല്ലുകയുണ്ടായി. കഥയെ പറ്റിയിട്ടും കവിതയെ പറ്റിയിട്ടും സാഹിത്യത്തെ പറ്റിയിട്ടുമൊക്കെ ഞങ്ങൾ കുറേയധികം സംസാരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് ചുരുങ്ങിയ ചില വാക്കുകൾ പറയുകയാണ്. 1917 മെയ് 25 ആലപ്പുഴയിലെ കുട്ടനാടിലാണ് നാഗവള്ളിയുടെ ജനനം. 1937 ബിരുദം നേടി ആദ്യം ഇന്ത്യൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനായി. 1957 മുതൽ 1977 വരെ ആകാശവാണിയിൽ ജോലി ചെയ്തു. 50ഓളം ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങൾ കുമാരസംഭവം, ഗുരുവായൂരപ്പൻ, ജഗദ്ഗുരു ആദിശങ്കരൻ തുടങ്ങിയവയാണ്. 2 ലോകം, ചുമടുതാങ്ങി, നാഴികമണി, ദലമർമരം, പമ്പാവിളക്ക്, മിണ്ടാപ്രാണികൾ തുടങ്ങി നിരവധി കൃതികൾ രചിച്ചു. 1997 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2003 ഡിസംബർ 27 86-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 4-5 തവണ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ വേണു നാഗവള്ളി. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീടൊരു അവസരത്തിൽ പറയാം. അങ്ങനെ ഒരു സായം സന്ധ്യയിൽ ശ്രീ നാഗവള്ളി കുറുപ്പ് സാറിനെ കാണാനായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു. അദ്ദേഹം 2ാമത്തെ നിലയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ നേരിൽ കണ്ട് എൻ്റെ മണ്ണിൻ്റെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്ന ഈ കവിതാ സമാഹാരം ഇതിൻ്റെ കൈയെഴുത്ത് പ്രതി അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് വായിച്ചു നോക്കി ഇതിനൊരു അവതാരിക എഴുതി തരണം. അദ്ദേഹം എന്നെ അല്പനേരം നോക്കി, എൻ്റെ കൈയെഴുത്ത് പ്രതിയിലൂടെ തിരിച്ചും മറിച്ചും കവിതകളെപ്പറ്റി നോക്കി. എന്ന് എഴുതിത്തരാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറിച്ച് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒരുപാട് തവണ എന്നെ വീട്ടിൽ കയറ്റി ഇറക്കരുത്. എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നന്ന്. കുറഞ്ഞ പക്ഷേ ഒരു 1-1.5 മാസത്തിനുള്ളിലെങ്കിലും ലഭിച്ചാൽ വളരെ നന്നായി. സമഗ്രമായി പഠിച്ചുകൊണ്ടുള്ളൊരു അവതാരികയാണ് അദ്ദേഹം എനിക്ക് എഴുതി തന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മർമ്മരം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ആ വിശദമായ അവതാരികയിൽ നിന്നും കുറച്ച് ഭാഗം നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അനുക്രമം വ്യാസം കുറഞ്ഞുറഞ്ഞു വരുന്ന പാറ വളയത്തിലൂടെ ചാടുന്ന അഭ്യാസ പഠനം കണ്ടൊരു നമ്പൂതിരി പറഞ്ഞു അത്രേ, ഇക്കണക്കിന് പോയാൽ ഈ വിദ്വാൻ പാറാവളയമില്ലാതെ ചാടുമല്ലോ. നമ്പൂതിരി ഭരിതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രസ്താവന ആധുനിക കവിതയ്ക്കിണങ്ങുമെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. വൃത്തമോ അലങ്കാരമോ ഒന്നുമില്ലാതെ ഏതാണ്ട് ഗദ്യം പോലെ എഴുതിവിടുന്ന അത്യന്താധുനിക
അത്യന്താധുനികത കവിതകൾ കാണുമ്പോഴാണ് ആ പഴയ നമ്പൂതിരി ഫലിതം മനസ്സിൽ ഓടിയെത്തുന്നത്. കവിതയ്ക്ക് വൃത്തം വേണമെന്ന് ശഠിച്ചിരുന്ന ആലങ്കാരികന്മാരെ ധിഖരിച്ചുകൊണ്ട് ലോക സാഹിത്യത്തിലെമ്പാടും സർവസ്വതന്ത്രമായ കവിതാശില്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. അവയെ സാഹിത്യ നിരൂപകന്മാർ സഹർഷം സ്വാഗതം ചെയ്യുന്നുമുണ്ട്. അതിനാൽ വൃത്തബദ്ധമില്ലാത്ത ഒന്നും കവിതയാവുകയില്ല എന്ന് പറയാൻ ഇന്നാരും ഒരുപെടുകയില്ല. വാക്യം രസാത്മകം കാവ്യം എന്ന പഴയ സിദ്ധാന്തമനുസരിച്ച് നോക്കിയാലും കവിതയ്ക്ക് വൃത്തം അന്വേഷണീയമാണെന്ന് പറയാൻ വയ്യ. രസാനുഭൂതി ഉളവാക്കുന്നതെല്ലാം കവിതയാണെന്നാണല്ലോ പൂർവാചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതിനാൽ ഗദ്യമായാലും പദ്യമായാലും രസാത്മകമാണെങ്കിൽ അതിനെ കവിതയായി ഗണിക്കണം. ഈ മനോഭാവത്തോടെയാണ് ഞാൻ ശ്രീ ശരവൺ മഹേശ്വരൻ്റെ 6ാമത്തെ കവിതാസമാഹാരത്തെ സഹൃദയ സമക്ഷം അവതരിപ്പിക്കുവാൻ ഒരുങ്ങുന്നത്. ഒരുവൻ്റെ ഉള്ളിൽ അവ്യക്തമായി അനുഭവപ്പെടുന്ന വികാരങ്ങൾ അന്യരിലേക്ക് പകർത്തുവാൻ പറ്റിയ വിധം വികസിപ്പിക്കുന്ന വിദ്യയാണ് കല എന്ന വിശ്വവിഖ്യാതനായ ടോൾസ്റ്റോയ് പറയുന്നു. അപ്പോൾ കവിക്ക് അനുഭവപ്പെടുന്ന വികാരം വാക്കുകളിലൂടെ അനുവാചക മനസ്സിലേക്ക് പകരുന്നതാണ് കവിതയെന്ന് സിദ്ധിക്കുന്നു. ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഈ കൃതി കവിതാസമാഹാരം തന്നെ, സംശയമില്ല. സംസ്കൃത ദ്രാവിഡ വൃത്തങ്ങളിലല്ല ഈ വാങ്മയമെങ്കിലും ഇതിനെ കവിതയെന്ന് വിളിക്കാതെ വയ്യ. കാരണം ഇതിൽ വികാരത്തിൻ്റെ തുടിപ്പുണ്ട്. വായനക്കാരനെ വികാരവിധേയനാക്കുവാൻ കെൽപ്പുള്ളതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇതിൻ്റെ കർത്താവായ ശ്രീ ശരവൺ മഹേശ്വർ തുടിക്കുന്ന ഹൃദയത്തോടെയാണ് ചുറ്റുപാടുമുള്ള ജീവിതത്തെ നിരീക്ഷിക്കുന്നത്. ആ നിരീക്ഷണ ഫലമായി ഉള്ളിൽ നാമ്പിടുന്ന വികാരങ്ങൾ കുറിക്കു കൊള്ളുംപടി ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയല്ലേ കവിധർമ്മം. 20 കവിതകളടങ്ങിയ ഈ സമാഹാരത്തിൻ്റെ ശീർഷകം മണ്ണിൻ്റെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്നാണ്. അതേ പേരിലുള്ള കവിത തന്നെ ആദ്യമായി പരിശോധിക്കാം. നിറഭേദങ്ങളുടെ പേരിൽ മനുഷ്യരിന്നും കൂട്ടക്കൊല നടത്തുന്നതിനെതിരായി വിരൽ ചൂണ്ടുന്ന ഈ കവിതയുടെ ശരിയായ ശീർഷകം തൊലിയുടെ നിറം കറുപ്പോ വെളുപ്പോ എന്ന് നോക്കേണ്ടതുണ്ടോ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. നീലയും പച്ചയും കറുപ്പുമെല്ലാം ഒന്നു തന്നെ. ഒന്നിൻ്റെ അവസ്ഥാഭേദങ്ങളാണിതല്ല എന്ന ശാസ്ത്ര സത്യത്തിൽ ഊന്നിക്കൊണ്ട് കവി നൽകുന്ന ആഹ്വാനം. ഇങ്ങനെ നീണ്ടുപോകുന്ന വിശാലമായിട്ടുള്ളൊരു അവതാരിക അദ്ദേഹം 1/5/1988 എനിക്ക് എഴുതി തന്നു. അത് മുഴുവനും നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ സൃഷ്ടിയെ ശരിക്കും പഠിച്ചിരിക്കുന്നു. പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതി തന്നത്. എഴുതി തന്ന ശേഷം വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അന്ന് അവിടെ ചലച്ചിത്ര സംവിധായകൻ അദ്ദേഹത്തിൻ്റെ മകനും കൂടിയായ വേണു നാഗവള്ളിയുണ്ട്. വേണു നാഗവള്ളിയെ പറ്റിയിട്ടുള്ള ഒരു എപ്പിസോഡിൽ അതേക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ ആ ഒരു അനുഭവം മനസ്സെന്ന വെള്ളിപ്പാത്രം തേച്ചാലും മാഞ്ഞു പോകാത്ത ഒരു അനുഭവമായിരുന്നു. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സൃഷ്ടിയുടെ അവതാരിക വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടായൊരു അനുഭവമാണ്. ആ അനുഭവം എനിക്കെന്നല്ല ആർക്കും മറക്കാൻ കഴിയില്ല. അങ്ങനെ കുറുപ്പ് സാറിനെ കാണാനായി ഞാൻ സ്റ്റെയർകേഴ്സ് കയറി അകത്ത് നിന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ വിറയ്ക്കുകയാണ്. ഞാൻ ആ സംഭവത്തെ കുറിച്ച് വളരെ വാചാലമായി സംസാരിച്ചു. അദ്ദേഹം വിറയാർന്ന കൈകൾ കൊണ്ട് കൂപ്പുകൈകൊണ്ട് എന്നോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ മോനെ, എൻ്റെ ചിന്തകളും എൻ്റെ എഴുത്തും എൻ്റെ ലോകവുമല്ല. ഇന്ന് ലോകം ഒത്തിരി മാറിയിരിക്കുന്നു, കാലവും ഒത്തിരി മാറിയിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതും എനിക്ക് ഭയങ്കര
സങ്കടം വന്നു. ആ സംഭവം ശ്രീ വേണു നാഗവള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. വളരെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാതിരുന്നത്. അങ്ങനെ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഞാൻ മലയാറ്റൂരിൻ്റെ നോവലിന് ഔദാരി എഴുതിയ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മനസ്സിൽ ഒരു സൃഷ്ടി ഉണ്ടാക്കുന്ന ചലനങ്ങൾ അത് പലതരത്തിലാവാം. ഞാൻ ഒരുപാട് ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഏകദേശം 50ഓളം ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. 2 ജന്മം എന്നുള്ളൊരു സിനിമ ഞാൻ സംവിധാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ എഴുത്തിലും സിനിമയിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ വിലയിരുത്തലുകൾ എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. ഉൾക്കൊള്ളുകയോ ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ മനസ്സിൻ്റെ വ്യാപരതയാണ് പ്രധാനം. അതുകൊണ്ടാണോ എന്നെക്കൊണ്ട് ഇത് എഴുതിപ്പിക്കണം? തീർച്ചയായും സാർ. ഞാൻ പറഞ്ഞു, ആ അവതാരിക അത്ര പ്രൗഢഗംഭീരമാണ്. അതിലെ ഓരോ വാക്കുകളും വാക്യങ്ങളും മനുഷ്യ മനസ്സിന് ഉതകുന്ന ഒന്നാണ്. വെറുതെ പറഞ്ഞു പോകലല്ല. ഒരു സൃഷ്ടിയെ മനനം ചെയ്യുക, ഒരു സൃഷ്ടിയെ പഠിക്കുക, ഒരു സൃഷ്ടിയെക്കുറിച്ച് ആസ്വദിച്ച് 2 വാക്കുകൾ കുറിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ കൃതികൾക്ക് ഔദാരികയും ആമുഖവും എഴുതിയ നിരവധി പേരിൽ ഒരാളായ അങ്ങയുടെ ഈ വിലയിരുത്തൽ എനിക്കൊരു അവാർഡ് ലഭിച്ചതിന് തുല്യമാണ്. അത്രമാത്രം ഗംഭീരമായിട്ടുണ്ട് ഈ അവതാരിക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നന്നായി ഒന്ന് ചിരിച്ചു. തൊഴുകൈയോടെ ആ ചാരുകസേരയിൽ അദ്ദേഹം ഇരുന്നു. ഇരിക്കൂ കുഞ്ഞെ, ഇരിക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കാനൊരു മടി. ഇരിക്കൂ, ഞാനല്ലേ പറയുന്നത്, ഇരിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആ മുറിയുടെ ചുറ്റും പുസ്തകങ്ങളുടെ ഒരു കൂമ്പാരമാണ്. എഴുതിയതും എഴുതപ്പെട്ടതും വായിച്ചതും സമ്മാനങ്ങളായി ലഭിച്ചതുമൊക്കെ ആയിട്ടുള്ള നൂറുകണക്കിന് പുസ്തകങ്ങൾ അലമാരകളിലും മേശപ്പുറത്തും നിറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ പുസ്തകങ്ങളിൽ നിന്നും വല്ല വരുമാനം വല്ലതും കിട്ടുമോ? എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? വേറെ തൊഴിലിനൊന്നും ശ്രമിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, തൊഴിലൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആയ തൊഴിൽ ലഭിക്കണമല്ലോ. ഒന്നുകിൽ വിദ്യാഭ്യാസം ഇല്ലാതെ ഇരിക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടിയാലും അത് പ്രശ്നങ്ങളാണ്. എന്തും ചെയ്യാനുള്ള എന്ത് ജോലിയും ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സാർ. അല്ല, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കുഞ്ഞെ. എഴുത്തുകൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, ജീവിതമല്ലേ, പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരുവിധമെങ്കിലും മനസ്സിന് യോജിപ്പുള്ള ഒരു ജോലി ലഭിക്കണമല്ലോ. അപ്പോൾ ഇതുവരെ എത്ര പുസ്തകങ്ങൾ എഴുതി? ഇപ്പോഴും എഴുത്ത് തുടരുന്നുണ്ടോ? കവിതയാണോ അതോ നോവലും ഒക്കെ എഴുതാറുണ്ടോ? ഇപ്പോൾ നമ്മൾ കവിതയും നോവലും ചെറുകഥയും ഒക്കെ എഴുതാറുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും കൈവയ്ക്കാറുണ്ടോ? നമ്മളെ ലേഖനം എഴുതാറില്ല, പിന്നെ ഡിറ്റക്റ്റീവ് നോവൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ബാക്കിയുള്ള ഒരുവിധ മേഖലകളിലൊക്കെ എഴുത്തിൻ്റെ വഴിയിലൂടെ പോകാറുണ്ട്. നമുക്ക് കഴിയുന്ന പൂർണ്ണ വിശ്വാസമുള്ളതാണല്ലോ നമ്മളെപ്പോഴും ചെയ്യുക സർ. അത് ശരിയാണ്, അതിനോട് ഞാനും യോജിക്കുന്നു. ഞാനും ആദ്യകാലത്തൊക്കെ എഴുതിയതും അങ്ങനെയൊക്കെ തന്നെയാണ്. തിരക്കഥയൊന്നും സ്വപ്നം കാണാത്ത ഞാൻ 50ഓളം തിരക്കഥകളാണ് എഴുതിയത്. പിന്നെ നോവലും കവിതയും എല്ലാം ഞാൻ കൈവച്ച മേഖലകളിലെല്ലാം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എത്രമാത്രം വിജയിച്ചു എന്നൊന്നും പറയാവതല്ല. എങ്കിലും മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർ എന്നെയും ഓർമ്മിക്കും
എന്നുള്ളതിന് സംശയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് എന്നെ ഓർമ്മിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുമാരസംഭവം എന്ന ഒരൊറ്റ ചിത്രം മതി. അതിൻ്റെ വശ്യസുന്ദരമായ ആവിഷ്കരണവും അതിലെ സംഭാഷണങ്ങളും അതിൻ്റെ രംഗശില്പങ്ങളും, എത്ര തവണയാണ് ആ ചിത്രം കണ്ടത്, അതിലെ പാട്ടുകൾ എത്രമാത്രമാണ് ആസ്വദിച്ചത് എന്നൊന്നും പറയാവുന്നതല്ല സർ. എണ്ണിയാലൊടുങ്ങില്ല. ഇന്നും ആ ചിത്രങ്ങളിലൂടെ, ഇത്രയും പഴക്കമുണ്ടെങ്കിലും ആ ചിത്രങ്ങളിലൂടെ പോകുമ്പോൾ മനസ്സ് ഒരു പ്രത്യേക തലത്തിൽ എത്തിച്ചേരുന്നു. അതാണ് ഒരു തിരക്കഥയുടെ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ചാരുത. ഞാനും അല്പസ്വല്പമൊക്കെ എഴുതാറുള്ളതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. എഴുത്തുകാരെ കൂടുതൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഇട്ടിരുന്ന ജൂബയിലെ തെറുത്ത് കയറ്റി അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇരുട്ടിയല്ലേ. എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞു എന്നറിയില്ല. ഇരുട്ട് വീണാലും വീണ്ടും പ്രകാശത്തിലേക്കാണല്ലോ നമ്മൾ സഞ്ചരിക്കുക. അപ്പോൾ അദ്ദേഹം ഒന്ന് ഉറക്കെ ചിരിച്ചു. എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പോൾ ഇരുട്ടാണ്, ഇനി ഒരു പ്രഭാതം വിരിയുമ്പോൾ വെളിച്ചത്തിലേക്കാണല്ലോ നയിക്കുക. സാറൊക്കെ ഇനിയും ഒത്തിരി കാലം ഈ ഭൂവിലുണ്ടാവണം എന്നാണ് എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങേ ഞാൻ വന്ന് കണ്ടതും സംസാരിച്ചതും. എത്ര തവണയാണ് ഇവിടെ വന്നത് എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഒടുവിലാണല്ലോ എൻ്റെ മണ്ണിൻ്റെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്നുള്ള ഈ കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതി തരാം എന്ന് സമ്മതിച്ചത്. പക്ഷേ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഈ കൃതിക്ക് നാടകാചാര്യനും പ്രഗത്ഭ വാഗ്മിയുമായ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയും മഹാകവി അക്കിത്തവുമൊക്കെ ഈ സൃഷ്ടിക്ക് ആമുഖങ്ങളും മറ്റും എഴുതിയിട്ടുണ്ട്. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അംഗീകാരമാണല്ലോ. ഇനി എന്നാണ് നമ്മൾ കാണുക എന്ന് അദ്ദേഹം ഞാൻ ഇറങ്ങാൻ നേരം ചോദിച്ചു. കാലമല്ലേ സാർ, എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, സാറിന് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്ന് കാണാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. സന്തോഷം കുഞ്ഞെ, സന്തോഷം. സർ, മണി 8 ആവാറായി, രാത്രിയായി. ഇനി ബസ്സൊക്കെ കിട്ടി വേണം വീട്ടിലെത്താൻ. ഇപ്പോൾ തമ്പാനൂരല്ലേ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കൊഞ്ചിരവിളയിലാണ്. അല്ല, കൊഞ്ചിരവിളയിലാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരുത്തി, ഇല്ല തമ്പാനൂർ തന്നെയാണ്. എന്താണ് മനസ്സ് ഇങ്ങനെ ചഞ്ചലപ്പെടുന്നത്? ചഞ്ചലപ്പെടുകയല്ല സാർ, നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചില ഓർമ്മകളുണ്ട്. അപ്പോൾ ആ ഓർമ്മകൾ നമ്മളെ ചിലപ്പോൾ അറിയാതെ തഴുകി കടന്നു പോകും. അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞ തമ്പാനൂർ തന്നെയാണ്. ഇനി എന്നാ വരിക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒടുവിലായി പറഞ്ഞു, ഇവിടെയിലെ വിശ്വപ്രസിദ്ധനായ സംവിധായകൻ ഷാജിയൻ കരുണും നമ്മുടെ ഗാനരചയിതാവ് ബിച്ചു തിരുമലയും അരവിന്ദനും ഒക്കെ താമസിക്കുന്ന ഈ ചുറ്റുവട്ടത്തല്ലേ. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ കാണാൻ വരുന്നുണ്ട്. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്, 17 പുസ്തകങ്ങൾ
ഒരുമിച്ച് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുകയാണ്. നടക്കാം, നടക്കാതിരിക്കാം. അപ്പോൾ ഈ അവതാരികയും ആമുഖമൊക്കെ എഴുതി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണല്ലോ എന്ന് പറയുമ്പോൾ ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇറങ്ങട്ടെ, വീണ്ടും കാണാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒടുവിലായി എന്നോട് പറഞ്ഞ ഇതാണ്: കുഞ്ഞെ, എന്നെയും എൻ്റെ കുടുംബത്തെയും പറ്റി തെറ്റായി ഒന്നും ചിന്തിക്കരുത്. മനുഷ്യൻ്റെ ചിന്ത എത്തരത്തിലാണ് പോവുക എന്ന് ചിലപ്പോൾ ചില നിമിഷങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല സർ, അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ചില തോന്നലുകൾ ഞാൻ അങ്ങയോട് ആ ഒരു നിമിഷത്തിൽ പറഞ്ഞു എന്ന് മാത്രം, തെറ്റായിട്ടല്ല. നമ്മളൊന്ന് ആവശ്യപ്പെടാനല്ല, ആവശ്യപ്പെടുകയും വല്ലതും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല ഞാൻ പലരെയും കാണുന്നത്. അപ്പോൾ നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങളുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റം, സ്നേഹമസൃണമായ സംഭാഷണം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും നമ്മൾ സൂക്ഷിക്കും. അതിനൊരു വിഘ്നം വരുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ പ്രതികരിക്കും. അദ്ദേഹത്തെ ഒന്ന് നോക്കി ആ കണ്ണുകളൊന്ന് നിറഞ്ഞു. ഇറങ്ങട്ടെ സാർ, പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കോപ്പി തരണം കേട്ടോ എന്ന് പറഞ്ഞു. കാലത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. എങ്കിലും അന്ന് കണ്ട ആ ഓർമ്മകൾ, മുകളിൽ നിന്നും ഗോവണി ഇറങ്ങി ഞാൻ താഴേക്ക് വരുമ്പോൾ എൻ്റെ സംഭാഷണങ്ങളെല്ലാം കേട്ട് പുറത്തറ വാതിൽക്കൽ എത്തി പുറമേക്ക് ഇറങ്ങുമ്പോൾ വേണു നാഗവള്ളി എന്നെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഞാനും വളരെ രൂക്ഷമായി തന്നെ അദ്ദേഹത്തെ നോക്കി കടന്നുപോയി. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു അത്. പക്ഷേ നാഗവള്ളി RS കുറുപ്പെന്ന വലിയ മനുഷ്യൻ്റെ സ്നേഹമസൃണമായ പെരുമാറ്റവും എൻ്റെ കൃതിക്ക് അദ്ദേഹം എഴുതി തന്ന അവതാരികയും കാലമുള്ളിടത്തോളം നിലനിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.